കേരളത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ ഒരു ഇലക്ഷൻ നടന്നു. ജനഹിതം UDFനും കോൺഗ്രസിനും പൂർണ്ണമായി അനുകൂലമായിരുന്നു. ഒരു തരംഗം ആഞ്ഞടിച്ചു. അതിൻ്റെ ഫലമായി വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി മാന്യമായ രീതിയിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് കേരളത്തിന് നൽകുക എന്നുള്ളതാണ് കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് വളരെ മാന്യമായ രീതിയിൽ ചെയ്താൽ ഇനിയും ജനമനസ്സുകളിൽ ഈ പ്രസ്ഥാനത്തിന് സ്ഥാനമുണ്ടാകും. അതിന് മെയിനായിട്ട് 3 നേതാക്കന്മാരാണല്ലോ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ KC വേണുഗോപാൽ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ മുഖമാണ്, കേന്ദ്രത്തിലെ കരുത്തനാണ്. അദ്ദേഹത്തിന് എല്ലാ യോഗ്യതകളുണ്ടെങ്കിൽ പോലും ഇതിനു മുമ്പ് 5 വർഷം രമേശ് ചെന്നിത്തല നയിച്ചിട്ട് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലാട്ടെ ഭരണം കിട്ടാതെ പോയി. അന്നേരം വേറെ ആരും ക്ലെയിം ചെയ്യാൻ വരില്ലായിരുന്നു. അന്നേരം ജയിച്ചാൽ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യമന്ത്രി. തുടർഭരണം കിട്ടാതെ ചരിത്രത്തിലാദ്യമായിട്ട് കേരളം വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിശ്വാസത്തോടുകൂടി VD സതീശനെ ആ ദൗത്യം ഏൽപ്പിച്ചു. അദ്ദേഹം തൻ്റെ വിശ്വാസം കാത്തു. അദ്ദേഹം അതിശക്തമായ പ്രവർത്തനത്തിലൂടെയും ഹോംവർക്ക് നടത്തി നിയമസഭയിലും പുറത്തും സർക്കാരിനെതിരെയുള്ള വലിയ ശബ്ദമായി മാറി, ജനങ്ങളുടെ ശബ്ദമായി മാറി. ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലുള്ള നിലപാടുകൾ അദ്ദേഹത്തിൽ നിന്ന് കൃത്യമായിട്ടുണ്ടായി. എന്നും കോൺഗ്രസിനെ പേടിപ്പിച്ച് നിർത്തിയിരുന്ന സമുദായ നേതാക്കളോട് കൃത്യമായ മറുപടി കൊടുക്കുകയും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുള്ള തീരുമാനങ്ങൾ നിലകൊള്ളുകയും കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടും വീക്ഷണവും അദ്ദേഹം യുവജനങ്ങളോടും പൊതുസമൂഹത്തോടും പങ്കുവെക്കുകയും അത് ജനം ഒന്നടങ്കം സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇന്നേ വരെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ കോൺഗ്രസിന് തന്നെ ഒറ്റയ്ക്ക് 63 MLA സംഭാവന ചെയ്തു. മൊത്തത്തിൽ 100+ എന്ന് പറഞ്ഞ സംഖ്യയിലേക്ക് അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ 100+ സംഖ്യയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അത് കഴിഞ്ഞ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഉന്നയിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് രമേശ് ചെന്നിത്തലയെന്ന് മാറ്റി VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റിയ സമയത്ത് ഞാനാണ് രമേശ് കഴിഞ്ഞാൽ അടുത്ത സീനിയർ, അതുകൊണ്ട് ഞാൻ പ്രതിപക്ഷ നേതാവാകാം, ഇനി 5 വർഷം ഞാൻ അതിശക്തമായി പ്രവർത്തനം നടത്തി കേരളത്തെ UDFന് തിരിച്ച് പിടിച്ച് തരാമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് അദ്ദേഹം പ്രവർത്തിച്ച് പ്രതിപക്ഷ നേതാവായി 5 കൊല്ലം പ്രവർത്തിച്ചിട്ട് അദ്ദേഹം ഇപ്പം നിൽക്കുകയാണെങ്കിൽ ആർക്കും അദ്ദേഹത്തോട് എതിർപ്പില്ല. അദ്ദേഹം സർവ്വതാ യോഗ്യനാണെന്ന് പറയാം. അത് ചെയ്യാതെ AC മുറിയിൽ ചർച്ചകളിൽ നിന്ന് ചർച്ചകളിലേക്ക് മാത്രം മുന്നോട്ട് പോവുകയും വേർപ്പൊഴുകി പണിയെടുത്ത VD സതീശൻ എന്നുള്ള അദ്ദേഹത്തെ 100+ എന്നുള്ള ജയം സമ്മാനിച്ചതിന് ശേഷം മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഈ സാഹചര്യം കേരളത്തിലെ ജനം പൊറുക്കില്ല. കാരണം ഇതൊരു ജനവികാരമാണ്. ഈ ജനം കഴിഞ്ഞ 5 വർഷം മെയിനായിട്ട് കേട്ടതും കണ്ടതും മറ്റാരുടെയും വാക്കുകളും പ്രവൃത്തിയുമല്ല, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളും പ്രവൃത്തിയാണ്. അതിൽ വിശ്വാസം ആർജിച്ച് ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ കേരളം ഭദ്രമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ജനവികാരം ഇത്രയും UDFന് അനുകൂലമായി വന്നത്. അതിനെ മറികടന്ന് മുന്നോട്ട് പോയാൽ ഇതേ ജനവികാരം, ജനം പഴയ പോലെ മണ്ടന്മാരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലും ഒക്കെയും പാർട്ടിക്ക് അതിശക്തമായ വേരോട്ടമുള്ള സ്ഥലങ്ങളിൽ പോലും പാർട്ടിക്കാർ തന്നെ അവർക്കെതിരെ വോട്ട് ചെയ്തു എന്നുള്ളത് ആരും മറന്നു പോകരുത്. അങ്ങനെ ജനത്തെ മണ്ടരാക്കാൻ ശ്രമിച്ചാൽ അവർ തിരിച്ചും മണ്ടരാക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. MLA-മാരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി. അവരില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടി എന്നൊക്കെ പറയുന്ന നേതാക്കന്മാരെയൊക്കെ ഇന്ന് കണ്ടു. ശരിയാണ്, MLA-മാരില്ലേ പ്രസ്ഥാനത്തിന് ശക്തി. ഈ MLA-മാരുണ്ടാകണമെങ്കിൽ ജനം വിചാരിക്കണം. ജനം തിരിച്ച് ചിന്തിച്ചാൽ MLA-മാരും ഉണ്ടാവില്ല ഈ പാർട്ടിക്ക് എന്നുള്ളതൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ജനവികാരം മനസ്സിലാക്കി വേണം MLA-മാർ തീരുമാനമെടുക്കാനും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാനും. MLA-മാർക്ക് പലപ്പോഴും ഒരൊറ്റ വികാരം കാണുള്ളൂ. അടുത്ത വർഷവും നിൽക്കുമ്പോൾ അവർക്ക് സീറ്റ് എങ്ങനെ കിട്ടാം, അതിന് ആർക്കാണ് സീറ്റ് മേടിച്ചു കൊടുക്കാൻ പ്രാപ്തി കൂടുതലുള്ളത്, അല്ലെ ആരാണ് ഞങ്ങളെ കൂടുതൽ പരിഗണിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ ആരാണ് ഞങ്ങളെ മന്ത്രിയാക്കുന്നത്, ആരാണ് എനിക്ക് കൂടുതൽ വകുപ്പ് തരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ഒരു MLA ഒരു തീരുമാനം എടുക്കുന്നത്. ജനത്തിന് ഇതൊന്നുമല്ല. അതായത് MLA-മാരൊരു തീരുമാനം എടുക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ ചിന്താഗതികളും വ്യക്തിപരമായ ലാഭങ്ങളും ഒക്കെ അതിനകത്ത് കടന്നുകൂടിയ ചിന്താഗതിയിലേക്കൊക്കെ എത്തും. അതുകൊണ്ട് പിന്നീട് ഈ MLA-മാർ തിരിച്ച് ജനങ്ങളുടെ മുന്നിലാണ് അടുത്ത ഇലക്ഷൻ്റെ സമയത്ത് വരേണ്ടത്. അതുകൊണ്ട്
ജനവികാരത്തിനെതിരെ പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതൊരു സാധാരണ കേരള ജനതയുടെ ഒരു വികാര പ്രകടനം മാത്രമാണ്. വി.ഡി. സതീശൻ ഇവിടുത്തെ എല്ലാ കാലത്തും കോൺഗ്രസിനെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന സമുദായ സംഘടനകളിലെ നേതാക്കന്മാരെ വാക്കുകളെയൊക്കെയും പുച്ഛിച്ചു തള്ളി അവരുടെ തെറ്റായ നിലപാടുകളെ അതിശക്തമായി എതിർത്തു. എന്നിട്ട് ഇപ്രാവശ്യം കോൺഗ്രസിന് എന്തെങ്കിലും ദോഷം സംഭവിച്ചോ? വി.ഡി. സതീശന് എന്തെങ്കിലും ദോഷം സംഭവിച്ചോ? അദ്ദേഹം തോറ്റുപോയോ? കോൺഗ്രസ് തോറ്റുപോയോ? UDF തോറ്റുപോയോ? ഒന്നുമില്ല. അപ്പം അവരെ കാണുമ്പം കാലും മുട്ടും കൂട്ടിയിടിച്ച് ഇത്രയും കാലം മുന്നോട്ട് പോയതൊക്കെ വെറുതെയാണ് എന്ന് തെളിയിച്ച ഒരുപാട് പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസിൽ ഇത്രയും നിലപാടുകളിൽ ഉറച്ച് മുന്നോട്ട് വന്നിട്ട് നേതാവിനെ കിട്ടിയ സന്തോഷത്തിലാണ് UDF പ്രവർത്തകരും അനുഭാവികളും. അതുകൂടെ മനസ്സിലാക്കി വേണം മുന്നോട്ടുള്ള ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കാൻ. അതല്ലെങ്കിൽ കോൺഗ്രസിന് ഒരുപാട് വില നൽകേണ്ടി വരും.